ഇവർ ഈ സ്കൂളിൽ വന്നത് പഠിക്കാനല്ല, ജീവിക്കാനാണ്. മരണത്തെ ഭയന്ന് വീട് വിട്ടിറങ്ങിയ ഈ കുട്ടികൾ എല്ലാം മറന്ന് കളിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു. ഇനി കുടുംബത്തോടൊപ്പം നോമ്പ് തുറക്കാം. വിഭവസമൃദ്ധമായ സദ്യകൾ ഇവർക്ക് നിഷേധിക്കപ്പെട്ടിട്ട് ദിവസങ്ങളായി. അഭയാർത്ഥി ക്യാമ്പിൽ വിതരണം ചെയ്യുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ പാചകം ചെയ്തു കഴിക്കുകയേ നിവൃത്തിയുള്ളൂ. دشرنا يعني للقصف وللردم عشان صغارنا شردنا يعني الساعة 8 طلعنا وصلنا الظهر على الإنر وهانا. സ്വസ്ഥതയോടെ ആരാധനയിൽ മുഴുകേണ്ട ഈ റമദാൻ മാസത്തിൽ 10,000-കണക്കിന് ഫലസ്തീനികളാണ് തങ്ങളുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്തത്. കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കാമല്ലോ എന്നോർത്താണ് തങ്ങൾ ഇവിടേക്ക് എത്തുന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഗസയിൽ നിന്നും ജനങ്ങൾ വീട് വിട്ടുപോകണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അന്ത്യശാസനം നൽകിയിരുന്നു. വ്യോമാക്രമണത്തിനു പിറകെ കരയിലും പട്ടാളം ആക്രമണം തുടങ്ങിയതോടെ ഫലസ്തീനികൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.